ഒരു ആണും പെണ്ണും വിവാഹം കഴിക്കണം. വിവാഹത്തിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കുടുംബം നൽകുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാണ്, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ. അല്ലാഹുവിന്റെ ഖുർആൻ മനുഷ്യ വിഭാഗത്തിനോടും പറയുകയാ, ഓരോ ആണിനോടും പെണ്ണിനോടുമായി അല്ലാഹു പറയുകയാ, എന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ഈ ദുനിയാവിലെ മനുഷ്യനാകുന്ന വിഭാഗത്തിന് ഓരോ ഇണകളെ തെരഞ്ഞെടുക്കൽ, ഒരു ആണിനൊരു പെണ്ണിനെ തെരഞ്ഞെടുക്കൽ, ഒരു പെണ്ണിനൊരു ആണിനെ തെരഞ്ഞെടുക്കൽ, അത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു പറഞ്ഞു, എന്തിനാണ് ഒരു ആണിനൊരു പെണ്ണിനെ ഭാര്യയായി നൽകുന്നത്, ഒരു പെണ്ണിനൊരു ആണിനെ ഭർത്താവായി നൽകുന്നത് എന്തിനാ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ലിതസ്കുനൂ ഇലൈഹാ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ലിതസ്കുനൂ ഇലൈഹാ. വിവാഹത്തിലൂടെ ആണിനും പെണ്ണിനും അല്ലാഹു സന്തോഷം നൽകുകയാ. വിവാഹത്തിലൂടെ ഒരു ആണിനും പെണ്ണിനും അല്ലാഹു സന്തോഷം നൽകുകയാ. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, ലിതസ്കുനൂ ഇലൈഹാ. ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന, അല്ലാഹുവിനെ മനസ്സിലാക്കി ജീവിക്കുന്ന, പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ആണിനും പെണ്ണിനും അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ലിതസ്കുനൂ ഇലൈഹാ. അവിടെയാണ് സമാധാനമുണ്ടാകുന്നത്. അവിടെയാണ് പരിശുദ്ധമായ ദീനിന്റെ വെളിച്ചം പകർന്നു കൊടുക്കുമ്പോൾ ആ ദീനിന്റെ വെളിച്ചത്തിലൂടെ സുന്ദരമായ കുടുംബജീവിതം ഉണ്ടാകുന്നതെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു വെച്ചു, ഒരാണും ഒരു പെണ്ണും വിവാഹം കഴിക്കുന്നത് മനസ്സമാധാനത്തിന് വേണ്ടിയാണ്. ഒരു ആണിന്റെ പ്രശ്നങ്ങൾ ഒരു പെണ്ണിനോട് പറയുമ്പോൾ അവിടെ സമാധാനം ഉണ്ടാകുമെന്ന്, അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ പ്രയാസങ്ങൾ ഒരു ആണിനോട് തുറന്നു പറയുമ്പോൾ അവിടെ പ്രയാസങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞത് പരിശുദ്ധമായ ഖുർആനാണ്. അതുകൊണ്ട് വിവാഹം കഴിക്കേണ്ടത് ആണും പെണ്ണുമാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം തുറന്നു തന്നെ പറഞ്ഞു, വിവാഹം കഴിക്കേണ്ടത് ഒരു ആണ് ഒരു പെണ്ണിനെയും ഒരു പെണ്ണ് ഒരു ആണിനെയുമാണ് വിവാഹം കഴിക്കേണ്ടത്. ഇന്ന് കാലഘട്ടം വളരെയധികം മോശമാണ്. പരസ്പരം പങ്കാളിയായി തിരഞ്ഞെടുക്കുന്നത് പോലും അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങളല്ലേ. പ്രിയപ്പെട്ടവരെ, ഈ വർത്തമാന കാലഘട്ടത്തിൽ എത്രയോ വാർത്തകൾ നമ്മൾ കണ്ടവരാണ്, കേട്ടവരാണ്. എത്രയോ മുസ്ലിം സഹോദരിമാരാണ് വിദ്യാസമ്പന്നരായ, ബാംഗ്ലൂരുമൊക്കെ പഠിച്ച് ഡിഗ്രിയുമൊക്കെ എടുത്ത നമ്മുടെ സഹോദരിമാരാകുന്ന നമ്മുടെ പെൺമക്കൾ പരസ്പര പങ്കാളികളായി തിരഞ്ഞെടുക്കപ്പെടുന്നത് കൂട്ടുകാരികളെയാണ്. ആ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെയുള്ള സമൂഹത്തിനോടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, അല്ലയോ മനുഷ്യ, നിങ്ങളുടെ വിഭാഗത്തിൽ നിന്ന് തന്നെയാണ് അള്ളാഹു നിങ്ങൾക്ക് ഇണകളെ തയ്യാറാക്കിയിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ വളരെ വ്യക്തമായി പറയുകയാണ്, വിവാഹം കഴിക്കാൻ ആഗ്രഹമുള്ള, വിവാഹം കഴിക്കാൻ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു ആണിന് അള്ളാഹു ഇണയായി നൽകുന്നത് ഒരു പെണ്ണിനെയാ, ഒരു പെണ്ണിന് അള്ളാഹു ഇണയായി നൽകുന്നത് ഒരു ആണിനെയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, വജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജാ. അതുകൊണ്ട് നമ്മൾ വിവാഹം കഴിക്കണം. പരിശുദ്ധമായ ദീനിൽ ബ്രഹ്മചര്യമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ദീനിൽ ബ്രഹ്മചര്യമില്ല. ഒരു ആണിന് ബ്രഹ്മചാരിയായി ജീവിക്കാൻ പരിശുദ്ധമായ ഖുർആൻ അനുവദിക്കുന്നില്ല. ഒരു പെണ്ണിന് വിവാഹം കഴിക്കാതെ ജീവിക്കാൻ പരിശുദ്ധമായ ഖുർആൻ അനുവദിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ആണിന് ആണിൻ്റെതായ പ്രത്യേകതകളുണ്ട്, പെണ്ണിന് പെണ്ണിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഇന്ന് ആണും പെണ്ണും സമമാണെന്ന് വാദിക്കുന്ന പുരോഗമനവാദികളോട് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ആണിന് സമത്വമുണ്ട്, ആണും പെണ്ണും ഒരുപോലെയാണ്, യാതൊരുവിധ വ്യത്യാസവുമില്ലെന്ന് പുരോഗമനവാദികൾ പറയുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അങ്ങനെയുള്ള
പുരോഗമനവാദികളോട് പറയുകയാ, ആണ് പെണ്ണിനെ പോലെയല്ല, പെണ്ണ് ആണിനെ പോലെയല്ല, ആണും പെണ്ണും വ്യത്യാസമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വലൈസ ദക്കറു കൽ ഉൻസാ, ഒരിക്കലും പെണ്ണ് ആണിനെ പോലെയല്ല, ആണ് പെണ്ണിനെ പോലെയല്ലെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. അതുകൊണ്ട് ആണിന് ആണിൻ്റെതായ ഐഡന്റിറ്റി ഉണ്ട്, പെണ്ണിന് പെണ്ണിൻ്റെതായ ഐഡന്റിറ്റി ഉണ്ട്. ആണിന് അല്ലാഹു നൽകിയത് പൗരുഷമാണ്, ആണിന് അല്ലാഹു നൽകിയത് പൗരുഷമാണ്, പെണ്ണിന് അല്ലാഹു നൽകിയത് സ്ത്രൈണത്വമാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു ആണും പെണ്ണും സമമല്ലെന്ന് പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു വെച്ചു, ഒരിക്കലും ആണും പെണ്ണും സമമല്ല. ഇനി എത്ര രൂപം കിട്ടിയാലും ഒരു പെണ്ണിനെ പോലെ ജീവിക്കാൻ ഒരു ആണ് താല്പര്യം വെച്ചുകൊണ്ട് ശസ്ത്രക്രിയ നടത്തിയാലും അങ്ങനെയുള്ള കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് വിവാഹം കഴിക്കുമ്പോൾ പെണ്ണേതാ ആണേതാ എന്ന് സൂക്ഷ്മമായി പരിശോധന നടത്തേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അള്ളാഹു നൽകിയ അവയവങ്ങളെ മുറിച്ചു മാറ്റി ഒരു ലേബലിൽ നിന്ന് അടുത്തൊരു ലേബലിലേക്ക് കടന്നു പോകുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവരവും ബോധവുമുണ്ടെന്ന് സ്വയം അവകാശപ്പെടുന്ന, വിവരവും ബോധവുമുണ്ടെന്ന് സ്വയം അവകാശപ്പെടുന്ന നമ്മുടെ മക്കൾ എത്രത്തോളം മാറി എന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു പെണ്ണിൽ നിന്നും ആണിലേക്ക് മാറി അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങളെ തള്ളിപ്പറയുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങൾക്ക് മുന്നേ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ഒരു സമൂഹം കടന്നു വരുമെന്നും ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമെന്നും മനസ്സിലാക്കിയ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് സഹാബത്തിനോട് പറഞ്ഞത്, സഹാബാ ലഅന റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ ശപിച്ചിരിക്കുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ ശപിച്ചിരിക്കുകയാ, അൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിന്നിസാ, ആണിനോട് തുല്യമാകുന്ന പെണ്ണിനെയും പെണ്ണിനോട് തുല്യമാകുന്ന ആണിനെയും, അത് വസ്ത്രധാരണമാണെങ്കിലും ശരി, അങ്ങനെയുള്ള വിഭാഗത്തിനെ അള്ളാഹുവിന്റെ പ്രവാചകന് ശപിച്ചിരിക്കുകയാ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാ, അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ തള്ളിപ്പറയില്ലേ, അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ തള്ളിപ്പറയില്ലേ. ഞാനും നിങ്ങളുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ അള്ളാഹു തന്ന ഒരു രൂപമുണ്ടല്ലോ, ആ രൂപത്തെ നിങ്ങൾ വികൃതമാക്കല്ലേ, ആ രൂപത്തിന് ചേരാത്ത വസ്ത്രധാരണത്തിലേക്ക് നിങ്ങൾ കടന്നുപോകല്ലേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, അൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിന്നിസാ, പരസ്പരം വസ്ത്രധാരണ രീതിയിൽ സാദൃശ്യമാകുന്ന ആണിനെയും പെണ്ണിനെയും അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുകയാ. അതുകൊണ്ട് നമ്മൾ വിവാഹം കഴിക്കേണ്ടത്, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ വിവാഹം കഴിക്കേണ്ടത് ആണിനെ ആണ്, പെണ്ണിനെയും പെണ്ണ് ആണിനെയുമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകന്റെ ശക്തമായ സുന്നത്താണ്, പ്രവാചകൻ ഒരുപാട് മഹത്വം കൊടുത്ത സുന്നത്താണ് നിക്കാഹ് എന്ന് പറയുന്നത്. ആ നിക്കാഹിന് വേണ്ട പവിത്രത നമ്മൾ കൊടുക്കണം. അപ്പോഴാണ് നല്ലൊരു കുടുംബ ജീവിതം ഉണ്ടാകുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന്നിക്കാഹു മിൻ സുന്നതി, പ്രവാചകൻ ഈ മാനവലോകത്തിനോട് വിളിച്ചു പറയുകയാണ്, വിവാഹം എന്ന് പറയുന്നതിന്റെ സുന്നത്താ. അതുകൊണ്ട് ആ സുന്നത്തിന് നിങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കണേ, ആ സുന്നത്തിനെ നിങ്ങൾ വികൃതമാക്കല്ലേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാ. ആ സുന്നത്തിനെ ആരെങ്കിലും വികൃതമാക്കിയാൽ ലൈസ മിന്നാ, അവനിൽ പെട്ടവനല്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിവാഹത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ മറന്നുപോയാൽ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്കുകളെ നിങ്ങൾ മറന്നുപോയാൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകും, നിങ്ങളുടെ
കുടുംബജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാകും. ഇത് പറഞ്ഞത് അല്ലാഹുവിന്റെ പ്രവാചകനാ. അതുകൊണ്ട് വിവാഹത്തിന് പ്രാധാന്യം കൊടുക്കണേ ഉപ്പാ. നിങ്ങളുടെ മകളെ നിങ്ങൾ ഒരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, നിങ്ങളുടെ മകളെ നിങ്ങൾ ഒരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ വിവാഹത്തിന്റെ മാന്യതകളെ നിങ്ങൾ പൂർത്തീകരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. അപ്പോഴാണ് നമ്മുടെ പെൺമക്കളുടെ ജീവിതത്തിൽ സുന്ദരമായ കുടുംബജീവിതം ഉണ്ടാകുന്നത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെയാണ് വിവാഹമാകുന്ന കുടുംബജീവിതത്തിന്റെ ഒന്നാമത്തെ ഭാഗത്തില് പുരുഷന്മാരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാ, കുടുംബജീവിതത്തിന്റെ ഒന്നാമത്തെ ഭാഗമായ നിക്കാഹിന് വേണ്ടി തയ്യാറെടുക്കുന്ന, വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്ന പുരുഷന്മാരോട്, സഹോദരന്മാരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ഹദീസ് പഠിപ്പിക്കുകയാ. എത്രയോ വിവാഹത്തിന് നമ്മൾ പങ്കെടുത്തവരാ, എത്രയോ വിവാഹത്തിന് നമ്മൾ സാക്ഷിയായവരാ. അല്ലാഹുവേ, പിതാവുണ്ടല്ലോ തന്റെ മരുമകന് തന്റെ മകളെ കൈ പിടിച്ച് ഏൽപ്പിക്കുന്നതിന് മുമ്പ് പള്ളിയിലെ ഇമാമ ഖുതുബ ഓതാറുണ്ടല്ലോ. ആ ഖുതുബയിൽ ഒരു ഹദീസ് പറയാറുണ്ടല്ലോ. എത്ര സഹോദരങ്ങളാണ് അത് ശ്രദ്ധിച്ചത്? അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ പുരുഷന്മാരോട്, പുരുഷ വിഭാഗത്തിനോട് പറഞ്ഞ ഹദീസാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തുങ്കഹുൽ മർഅത്തുൽ അർബ, ഒരു ആണ് വിവാഹം കഴിക്കുന്നത് 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു ആണ് വിവാഹം കഴിക്കുന്നത് ഒരു പെണ്ണിന്റെ 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പ്രവാചകൻ പറഞ്ഞു, തുങ്കഹുൽ മർഅത്തുൽ അർബ ലിമാലിഹാ വലിഹസബിഹാ വലിജമാലിഹാ വലിദീനിഹാ. 4 കാര്യങ്ങളെ പ്രവാചകൻ എന്നെ പറയുകയാ. ഒരാണ് വിവാഹം കഴിക്കുന്നത് പെണ്ണിന്റെ സമ്പത്ത് നോക്കിയാകാം, ഒരാണ് വിവാഹം കഴിക്കുന്നത് പെണ്ണിന്റെ സൗന്ദര്യം നോക്കിയാകാം, ഒരാണ് വിവാഹം കഴിക്കുന്നത് പെണ്ണിന്റെ കുടുംബ മഹിമ നോക്കിയാകാം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഒരാണ് വിവാഹം കഴിക്കുന്നത് ഒരു പെണ്ണിന്റെ ദീൻ നോക്കിയിട്ടാകാം. ഈ 4 കാര്യങ്ങളും പ്രവാചകൻ പറഞ്ഞിട്ട് പുരുഷന്മാരോട് പ്രവാചകൻ പറയാ, നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ നിങ്ങൾ ദീനുള്ള ഒരു പെണ്ണിനെ വിവാഹം കഴിക്കണേ. നിങ്ങൾ ദീനുള്ള ഒരു പെണ്ണിനെ നിങ്ങൾ വിവാഹം കഴിക്കണേ. അവൾക്ക് സമ്പത്തില്ല, അവൾക്ക് സൗന്ദര്യമില്ല, എന്നാലും അല്ലാഹുവിന്റെ കുടുംബജീവിതത്തിൽ സുന്ദരമായ നിമിഷങ്ങൾ തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വാലിഹത്തായ ഒരു പെണ്ണിനെയാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ പുരുഷന്മാരോട് സാലിഹത്തായ പെണ്ണിനെ നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞെങ്കിൽ ഓരോ പെൺമക്കളുടെയും പിതാക്കന്മാരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതെന്താ? ഓരോ പെൺമക്കളുടെയും പിതാക്കന്മാരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതെന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാ, ഇദാ ഖതബ ഇലൈക്കും മൻ തർലൗന ദീനഹു വ ഖുലുഖഹു. അല്ലയോ പിതാക്കന്മാരെ, നിങ്ങളുടെ സമക്ഷത്തേക്ക്, നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് അവന് സമ്പത്തില്ല, അവൻ സാധുവായ ഒരു മനുഷ്യനാണ്, അവൻ വന്ന് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം കഴിപ്പിച്ചു തരണേ. ആ പ്രിയപ്പെട്ട സഹോദരനുണ്ടല്ലോ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ചെറുപ്പക്കാരനാ, 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവനാ. എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകനാ പ്രിയപ്പെട്ട പിതാക്കന്മാരോട് പറയാ, ഫസവ്വിജൂ, നിങ്ങളുടെ പെൺമക്കളെ അവർക്ക് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണേ. നിങ്ങളുടെ പെൺമക്കളുടെ ജീവിതം അത് ഖൈറായ നിലയിലായിരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ പെൺമക്കൾക്ക് നിങ്ങൾ വിവാഹാലോചന നടത്തുമ്പോൾ ദീനുള്ള ചെറുപ്പക്കാരെ അന്വേഷിക്കണേ. പ്രിയപ്പെട്ട ഉപ്പമാരെ, ഇത് നിങ്ങളുടെ ബാധ്യതയാണ്, നിങ്ങളുടെ ബാധ്യതയാണ്. നിങ്ങളുടെ മക്കൾക്ക് നല്ല കുടുംബജീവിതം സമ്മാനിക്കേണ്ടത് ഒരു പിതാവിന്റെ ഉത്തരവാദിത്തമാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര പിതാക്കന്മാരാ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത്? എല്ലാവർക്കും സമ്പത്ത് മതി, എല്ലാവർക്കും സമ്പത്ത് മതി, സമ്പത്തിനോടാണല്ലോ ഭ്രമം. എല്ലാവർക്കും സമ്പത്ത് മതി. ആ സമ്പത്ത് നോക്കി നമ്മുടെ പെൺമക്കളെ വിവാഹം കഴിപ്പിച്ചയക്കും. 3-4 മാസം കഴിയുമ്പോൾ
ആ മക്കൾ ജീവിതം ഉപേക്ഷിച്ച് നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു ചേരുന്ന ആ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കേ. എല്ലാം കൊടുത്ത് നമ്മുടെ പെൺമക്കളെ നമ്മൾ വിവാഹം കഴിപ്പിച്ചയക്കും. പക്ഷേ ആ മക്കൾക്ക് നല്ല കുടുംബ ജീവിതം കണ്ട ഓരോ മാതാവും പിതാവും വേദനിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അള്ളാഹു നമ്മുടെ മക്കൾക്ക് നല്ല കുടുംബ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഏറ്റവും വലിയ സമ്പത്ത് ഏതാ? പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, പുരുഷന്മാരോട് നിങ്ങൾ മനസ്സിലാക്കണം, ഏറ്റവും വലിയ സമ്പത്ത് ഏതാ? പെണ്ണിന്റെ സമ്പത്താണോ? ആ പെണ്ണിന് കൊടുക്കുന്ന സ്ത്രീധനമാണോ? അതൊന്നുമല്ല ഏറ്റവും വലിയ സമ്പത്തെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്, ഏറ്റവും വലിയ സമ്പത്ത് ഏതാ? മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരിക്കൽ ഞങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് പഠിക്കുകയാണ്. മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഞങ്ങൾ സഹാബാക്കളെല്ലാം ഇതാ കമ്പോളത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാ. അന്നേരമാണ് സഹാബാക്കളിൽപ്പെട്ട ഒരു സഹാബി കടന്നു വന്നിട്ട് പറയുകയാ, ഇതാ അല്ലാഹുവിന്റെ അടുക്കലേക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറന്നിറങ്ങിയിരിക്കുകയാ. നസല ഫിൽ ഫില്ലത്തി വദ്ദഹബ, സ്വർണ്ണവും വെള്ളിയും സൂക്ഷിക്കുന്ന വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ ആയത്തിറങ്ങിയിരിക്കുകയാ. അത് ഒരു സ്വത്തല്ല, അതൊരു സമ്പത്തല്ല എന്ന് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു തീരുമാനം വന്നിരിക്കുകയാ. ആ കമ്പോളത്തിലുള്ള സഹാബാക്കളുടെ കൂട്ടത്തിൽ മഹാനായ ഉമർ ബിനുൽ ഖത്താബ് തങ്ങളുണ്ട്. ആ സഹാബി ഇങ്ങനെ പറയുമ്പോ ഏറ്റവും വലിയ സമ്പത്ത് ഏതാണെന്ന് അറിയാൻ വേണ്ടി ഉമറിന് വല്ലാത്ത ആശങ്കയായി. ഉമർ റളിയല്ലാഹു തആല അൻഹു പെട്ടെന്ന് തന്നെ തന്റെ കുതിരയിലേക്ക് ചാടിക്കയറുകയാ. എന്നിട്ട് സഹാബത്തിനോട് പറയുകയാണ്, സഹാബാ, നിങ്ങൾ ചോദിച്ചറിയുന്നതിന് മുമ്പേ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് ഞാൻ എന്റെ പ്രവാചകനോട് ചോദിച്ചറിയുമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തന്റെ കുതിരയിൽ ചാടിക്കയറിക്കൊണ്ട് ഇലാ ഹദറത്ത് റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ട് അവിടുന്ന് ഉമർ തങ്ങൾ റസൂലുള്ളാഹിനോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ് ഫഅയ്യുൽ മാലി നത്തഖിദു. മഹാനായ ഉമർ തങ്ങൾ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഏത് സമ്പത്താണ് സൂക്ഷിച്ചു വെക്കേണ്ടത്? ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്. അന്നേരമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയാ. പ്രിയപ്പെട്ട പുരുഷന്മാരെ, പഠിച്ചു വെക്കണേ. വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന സഹോദരങ്ങളെ, പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു കൊടുക്കുകയാ, അല്ലയോ ഉമറേ, ഏറ്റവും വലിയ സമ്പത്ത് ഏതാ? ഒന്നാമത് പ്രവാചകന് പറഞ്ഞു കൊടുക്കുകയാണ്, ഖൽബുൻ ശാകിർ. ഏറ്റവും വലിയ സമ്പത്ത് ഏതാ എന്ന് ഉമർ തങ്ങൾ ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഉമറേ, ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പത്ത് ഏതാ? അത് ഖൽബുൻ ശാകിർ, അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്ന ഒരു ഹൃദയമാ. അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുന്ന ഹൃദയമാ. അല്ലാഹു ഒരു വാഹനം കൊടുക്കുമ്പോൾ അൽഹംദുലില്ലാഹ്, എത്രയോ ആളുകൾക്ക് വാഹനമില്ല, പക്ഷേ എന്റെ റബ്ബിന് വാഹനം തന്നുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഹൃദയമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ജീവിതത്തിൽ ഒരു അൽഹംദുലില്ലാഹ് എന്ന് ഞാനോ നിങ്ങളോ പറഞ്ഞിട്ടുണ്ടോ? അതുപോലെ തന്നെ നേരം അല്ലാഹു നമുക്ക് ഭക്ഷണം തന്നില്ലേ? എത്രയോ ആളുകൾ ഭക്ഷണമില്ലാതെ പ്രയാസത്തിലാണ്. ഫലസ്തീനിന്റെ മക്കൾ ഭക്ഷണം കഴിച്ചിട്ട് എത്രയോ അല്ലാഹുവിന്റെ അനുഗ്രഹമാകുന്ന ഭക്ഷണം കഴിക്കുമ്പോ ആ മനുഷ്യൻ ഇതെന്റെ റബ്ബ് തന്ന ഭക്ഷണമാ, എന്റെ റബ്ബിനെ പട്ടിണിയില്ല, എന്റെ റബ്ബിനിക്ക് ദാരിദ്ര്യം തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ സ്തുതിക്കുക.
അറിയില്ലല്ലോ. ഏറ്റവും വലിയ സമ്പത്താണെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇതാണ് പ്രവാചകൻ പറഞ്ഞ ഒന്നാമത്തെ സമ്പത്ത്. വീണ്ടും പ്രവാചകൻ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പത്ത് തങ്ങൾ ചോദിച്ചപ്പോൾ രണ്ടാമതായി പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്ന ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പത്ത് ഏതാ? ചിന്തിക്കുന്ന നാമല്ലോ. വെറുതെ അള്ളാഹുവിനെ കുറിച്ച് പറയാ, അള്ളാഹുവിന്റെ നാമങ്ങൾ പറയാ. ഒറ്റക്കിരിക്കുമ്പോൾ അല്ലാ അല്ലാ എന്ന് പറയുന്ന നാമങ്ങൾ സലാമിരുന്നു കൊണ്ട് സുബ്ഹാനല്ലാഹ് എന്ന റബ്ബ് എത്രയോ വലിയവനാ. നമസ്കാരപ്പായിലിരുന്നു കൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന റബ്ബിനാണ് എല്ലാ അങ്ങനെ പറയുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ നാമ വലിയ സമ്പത്താണ്. അല്ലാഹുവിന്റെ ഏറ്റവും ഒന്നാമത് പറഞ്ഞത് ഏറ്റവും വലിയ സമ്പത്ത് പറയുന്നത് കൽബുൽ. രണ്ടാമത് പ്രവാചകൻ പറഞ്ഞത് ഏറ്റവും വലിയ സമ്പത്ത്. ആ സമ്പത്ത് പ്രവാചകന് മൂന്നാമത് പറഞ്ഞിരുന്ന ചർച്ചാ വിഷയം. മൂന്നാമത് പ്രവാചകൻ പറയാ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പത്ത് അത് മണിമാളികകളല്ല, കണക്കിനുള്ള സ്വത്തല്ല, കിലോഗ്രാം കണക്കുള്ള സ്വർണ്ണാഭരണമല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ചെറുപ്പക്കാരാ ഏറ്റവും വലിയ സമ്പത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു സാലിഹായ ഭാര്യ, സാലിഹത്തായ ഭാര്യ. നൽകിയ ഭാര്യ, അവൻ നോക്കിയാൽ അവനെ സന്തോഷിപ്പിക്കുന്ന ഭാര്യ, അവന്റെ പ്രയാസങ്ങളിൽ അവനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഭാര്യ. അവനൊരു വേദന വരുമ്പോൾ, അവനൊരു രോഗം വരുമ്പോൾ അവനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവനെ ശുശ്രൂഷിക്കുന്ന ഭാര്യയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. അങ്ങനെ സ്വാലിഹത്തായ ഭാര്യ നമ്മുടെ ജീവിതം സമാധാനമുള്ള ഒരു ഭവനമാ. ആ കുടുംബ ജീവിതത്തിൽ അല്ലാഹുവിന്റെ ബറക്കത്ത് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വിവാഹം കഴിക്കുമ്പോൾ ദീനുള്ള പെണ്ണിനെയാ കണ്ടെത്തേണ്ടത്. തങ്ങളിൽ നിന്ന് ഈ ഹദീസ് പഠിച്ച മഹാനായ ഉമർതങ്ങളുണ്ടല്ലോ, ഉമർതങ്ങൾ സമ്പത്തിനെ കുറിച്ച് ചോദിച്ചറിഞ്ഞിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തന്റെ മകന് വേണ്ടി കണ്ടെത്തിയ പെണ്ണേതാ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തന്റെ മകന് വേണ്ടി കണ്ടെത്തിയ ഭാര്യയാരാ? പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ വാചകം ഹൃദയത്തിലേക്ക് കയറി ചെന്നു. അതുകൊണ്ട് തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തന്റെ മകന് വേണ്ടി കണ്ടെത്തിയ ഭാര്യയേതാ? ചരിത്രം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുണ്ടല്ലോ, നീതിമാനായ ഭരണാധികാരിയാ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുണ്ടല്ലോ, നീതിമാനായ ഭരണാധികാരി. സൗകര്യങ്ങളും അന്വേഷിച്ചുകൊണ്ട് മരുഭൂമിയുടെ മണ്ണിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാ. തന്റെ പ്രജകൾ സുഖമാണോ, അവരുടെ ആവശ്യങ്ങൾ അന്വേഷിച്ചറിയാൻ വേണ്ടി മരുഭൂമിയുടെ മണ്ണിലൂടെ ഒരു പ്രഭാതത്തിൽ ഒരു ചെറിയ വീടിന്റെ മുന്നിലൂടെ ഉമർതങ്ങൾ കടന്നു പോവുകയാ. ഉമർതങ്ങൾ ഒരു ചെറിയ വീടിന്റെ മുന്നിലൂടെ കടന്നു പോവുകയാ. അന്നേരം ഉമർ
ഖത്താബ് തങ്ങളെ പിടിച്ചു നിർത്തുന്ന ഒരു സംഭാഷണം ആ ചെറിയ കുടിലിൽ നിന്ന് കേൾക്കുകയാ. ഒരു ഉമ്മയും മകളും സംസാരിക്കുകയാ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചെവി കൊടുത്തു. ആ ഉമ്മയുണ്ടല്ലോ തന്റെ മകളോട് അവരുടെ ഉപജീവന മാർഗമെന്ന് പറയുന്നത് അവർക്കാണെങ്കിൽ കറവയാണ്. ആ കറന്ന് കിട്ടുന്ന പാല് കൊടുത്ത് ജീവിച്ചവരാ. ആ ഉമ്മ തന്റെ മകളോട് പറയുകയാ, നീ പാലിലൊന്ന് വെള്ളം ചേർക്ക് മകളെ. ആ ഉമ്മ തന്റെ മകളോട് പറയുമ്പോൾ ആ മകള് പറയുന്നു, ഉമ്മ അല്ലാഹുവേ, മദീനയുടെ ഭരണാധികാരി ഉണ്ടല്ലോ, ഉമ്മ നമ്മുടെ കാര്യം വളരെ പ്രയാസത്തിലാ എന്ന് ആ സാലിഹത്തായ പൊന്നുമോൾ ആ ഉമ്മയോട് പറയാ. ആ സാലിഹത്തായ പൊന്നുമോൾ ആ ഉമ്മയോട് പറയാ. അപ്പോൾ ഉമ്മ പറയുന്നു, മോളെ, നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനമുണ്ടല്ലോ അത് ഉമർ അറിയുന്നില്ലല്ലോ എന്ന് ഉമ്മ പറഞ്ഞപ്പോൾ ആ മകളുണ്ടല്ലോ ഉമ്മയോട് പറഞ്ഞ് തിരുത്തി കൊടുക്കുകയാ. ഉമ്മ, ഉമറിന്റെ കണ്ണുകളെ നമുക്ക് മറയിടാം, ഉമറിനെ നമുക്ക് പറ്റിക്കാം, ഉമർ ഇത് കാണുന്നില്ലെന്ന് വിചാരിക്കാം. എന്നാലും ഒരിക്കലും ഒരു പ്രാവശ്യം പോലും കണ്ണടയ്ക്കാം അല്ലാഹുവിന്റെ കണ്ണുകളെ നമുക്ക് മറയ്ക്കാൻ കഴിയുമോ? അല്ലാഹ് കാണുന്നുണ്ട്. ജീവിതം ശാശ്വതമല്ലെന്നാ പൊന്നുപോലെ പറയുമ്പോ തങ്ങളുടെ ഹൃദയത്തിന് വല്ലാത്ത സന്തോഷമായി. സാക്ഷാൽ മദീനയുടെ ഭരണാധികാരി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആ കുടിലിലേക്ക് കടന്നു ചെല്ലുകയാ. അല്ലാഹുവേ, ആ ഉമ്മയും മകളും ആരാണ് കുടുംബത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്? മദീനയുടെ ഭരണാധികാരിയാണല്ലോ, ഭരണാധികാരിയാണല്ലോ. അവർ അത്ഭുതപ്പെട്ടു പോവുകയാ. ഉമർ തങ്ങൾ പറഞ്ഞു, മോളെ, നീ എത്രയോ സാലിഹത്തായ മകളാ, നിന്നെ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ആ മകളുടെ നല്ല പ്രവർത്തനം കണ്ടിട്ട് ആ കുടിലിൽ നിന്ന് മദീനയുടെ ഭരണാധികാരിയായ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കുടുംബത്തിലേക്ക് തന്റെ മകന്റെ ഭാര്യയായ പൊന്നുമോള് മാറിയെങ്കില് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത് സാലിഹത്തായ പെണ്ണാണ്. ആ സാലിഹത്തായ പെണ്ണാണ് ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പത്തെന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ കുടുംബ ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത്. മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകണമെങ്കിൽ നല്ല ഭാര്യയെ നമ്മൾ തിരഞ്ഞെടുക്കണം. നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ ഒന്നാമത്തെ ഭാഗമാണ് നല്ല ഭാര്യയെ നമ്മൾ തിരഞ്ഞെടുക്കുക. നിങ്ങളൊക്കെ നല്ല ഭാര്യമാരെ തിരഞ്ഞെടുക്കൂലേ? അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ നമ്മൾ ഒന്നാമത് പറഞ്ഞത് നല്ല ഇണയെ കണ്ടെത്തണം. നല്ല ഇണയെ കണ്ടെത്തണം. നമ്മൾ അന്വേഷിച്ച് നമുക്ക് പറ്റിയ ദീനുള്ള നിസ്കാരമുള്ള അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ പേടിക്കുന്ന, നമ്മുടെ മക്കൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുന്ന നല്ല ഒരു ഉമ്മയെ നമ്മൾ കണ്ടെത്തണം. രണ്ടാമത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മക്കൾ സ്വാലിഹീങ്ങളാകണോ, നന്മയുടെ പൂക്കളാകണോ. നമ്മുടെ മക്കൾ നന്മയുടെ പൂക്കളാകണമെങ്കിൽ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് എന്താ? അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത്, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ആണും പെണ്ണും നല്ല മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഒരാണും പെണ്ണും വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ നല്ല മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ സേവ് ദി ഡേറ്റ് എന്ന് പറയുന്ന അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ സമൂഹം കടന്നു പോകുന്നത്. വിവാഹം കഴിക്കുന്നതിലൂടെയാണ് ഒരു പെണ്ണ് ഒരു ആണിന് ഹലാലായി മാറുന്നത്. തൊടാൻ, സംസാരിക്കാൻ ഒരു പെണ്ണിന് ഒരു ആണ് ഹലാലായി തീരുന്നത് വിവാഹത്തിലൂടെയാണ്. ആ വിവാഹം കഴിയുന്നതോടുകൂടിയാണ് ഹലാലായ ബന്ധമുണ്ടാകുന്നത്. ഇന്ന് വിവാഹത്തിന് മുമ്പേ പെൺമക്കളുടെ പിതാക്കന്മാര് മക്കളെ പറഞ്ഞേക്കുക സേവ് ദി ഡേറ്റ്. എത്രയോ ബന്ധങ്ങളാണ് അങ്ങനെ തകർന്നു പോയത്. ഒരു അന്യപുരുഷനാണ്, അതുവരെ അന്യപുരുഷനാണ്. വിവാഹം കഴിക്കുന്നതോടുകൂടിയാണ് അവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരാകുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ഉപ്പമാർ ശ്രദ്ധിക്കണം. ചില നട്ടലില്ലാത്ത ഉപ്പമാർ പെൺമക്കളെ വിവാഹാലോചന നടത്തിയിട്ട് സേവ് ദി ഡേറ്റ് എന്നും പറഞ്ഞയക്കും. അള്ളാഹു മനസ്സിലാക്കാൻ നമ്മുടെ സമൂഹത്തിന് അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ രണ്ടാമത് പ്രവാചകൻ പറഞ്ഞു, വിവാഹം ആലോചന നടന്നു കഴിഞ്ഞാൽ, വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം.
അള്ളാഹു തന്ന അനുഗ്രഹമാണ് മക്കൾ എന്ന് പറയുന്നത്. ആ മക്കളെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞത് എന്താ? മക്കൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും മക്കൾ എന്ന് പറഞ്ഞാൽ അതൊരു അനുഗ്രഹമാണ്. ആ മക്കളെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാണ് മക്കളെ കുറിച്ച്. അള്ളാഹുവിന്റെ പരിശുദ്ധ